ചങ്ങലകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി ബന്ധനസ്ഥനാക്കിയ അയാളുടെ ശരീരമാസകലം മുറിവുകളായിരുന്നു. വഴിയെ പോകുന്നവർ പോലും അയാളെ മർദ്ദിച്ച് രസിച്ചു. ക്രൂരത ആവർത്തിക്കപ്പെട്ടു. അവർ അയാളുടെ ചുറ്റും മുളക് പൊടി വിതറിയ ശേഷം പുകയിട്ടു. പൊള്ളുന്ന വെയിലത്ത് എരിക്കിൻ പൂമാല അണിയിച്ച് എരുമപ്പുറത്ത് കയറ്റി നാടു ചുറ്റിച്ച് അപമാനിച്ചു. രക്തം കിനിഞ്ഞിറങ്ങിയ മുറിവുകളിൽ മുളക് പുരട്ടി വേദന വർദ്ധിപ്പിച്ചു. പീഡനങ്ങൾ തുടർന്നു. 4 കൊല്ലത്തോളം ജയിൽവാസവും. എന്നിട്ടും കലിയടങ്ങാതെ അവരദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. ഒറ്റ കാരണം, ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കാത്തതിനാൽ മാത്രം. ഇന്ന് വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയുടെ തിരുനാളായി സഭ ആചരിക്കുകയാണ്. ഭാരതത്തിലെ ആദ്യത്തെ അൽമായ വിശുദ്ധൻ, തിരുസഭ അംഗീകരിച്ച ഭാരതത്തിലെ ആദ്യത്തെ അൽമായ രക്തസാക്ഷി. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ ക്രൈസ്തവനും ആഴത്തിൽ പഠിക്കേണ്ടതാണ് വിശുദ്ധ ദേവസഹായം പിള്ളയെക്കുറിച്ച്. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യത്ത് ഉദ്യോഗസ്ഥനായിരിക്കെ ഹൈന്ദവ വിശ്വാസം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള. 1712 ഏപ്രിൽ 23 കന്യാകുമാരി ജില്ലയിലെ നട്ടാലത്താണ് അദ്ദേഹം ജനിച്ചത്. വിശ്വാസ പരിവർത്തനത്തിന് മുൻപ് നീലകണ്ഠപിള്ള എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിലെ കാര്യദർശിയായിരുന്നു അദ്ദേഹം. കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തിയിരുന്നു. തുടർന്ന് തിരുവിതാംകൂർ സൈന്യത്തിലെ നവീകരണ ചുമതല മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഡച്ച് സൈന്യാധിപൻ ഡിലനോയിയെ ഏൽപ്പിച്ചു. ഡിലനോയിയിൽ നിന്നാണ് ദേവസഹായം പിള്ള യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടറിഞ്ഞത്. തെക്കൻ തിരുവിതാംകൂറിലെ നേമം എന്ന സ്ഥലത്ത് മിഷണറിയായിരുന്ന ബുട്ടാരി എന്ന ഈശോസഭാ വൈദികനിൽ നിന്ന് 1745 മെയ് 17 ലാസർ എന്നർത്ഥമുള്ള ദേവസഹായം പിള്ള എന്ന പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. താനറിഞ്ഞ ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കാൻ പിള്ളയ്ക്ക് സാധിച്ചില്ല. രാമപുരം, വടക്കേക്കളം, നെയ്യാറ്റിൻകര തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പോയി പിള്ള ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഇത് രാജസേവകരുടെയും പിള്ളയുടെ സഹപ്രവർത്തകരുടെയും കോപം ജ്വലിപ്പിച്ചു. നമ്പൂതിരിമാരെ വെറുത്തിരുന്ന രാമയ്യൻ തളവയുടെ കൂടി സഹായത്തോടെ പിള്ളയ്ക്കെതിരായി അവർ ഉപജാപം നടത്തി. രാജ്യദ്രോഹ കുറ്റം ചാർത്തി രാജസമക്ഷം അവതരിപ്പിച്ചു. ജീവൻ വേണമെങ്കിൽ യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കുക എന്നതായിരുന്നു രാജാവിൻ്റെ ഉത്തരവ്. പ്രാണനേക്കാൾ ക്രിസ്തുവിനെ സ്നേഹിച്ച പിള്ള പക്ഷേ ക്രിസ്തുവിനൊപ്പം തന്നെ നിന്നു. പിള്ളയുടെ കൈകാലുകൾ ബന്ധിച്ച് ദിവസവും 30 അടി വീതം കാൽവെണ്ണയിൽ അടിക്കാൻ രാജാവ് ഉത്തരവിട്ടു. തുടർന്നായിരുന്നു പീഡനപർവം. 4 കൊല്ലത്തോളം അത് തുടർന്നു. 1752 ജനുവരി 14 വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുമായി രാജഭടന്മാർ പിള്ളയെ കാറ്റാടിമലയിലെ ഒരു പാറയിൽ കൊണ്ടുചെന്ന് നിർത്തി. തനിക്ക് പോകാൻ സമയമായി എന്നറിഞ്ഞ പിള്ള അവസാനമായി പ്രാർത്ഥിക്കാൻ അനുവാദം ചോദിച്ചു. പാറയിൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ചിത്രം പിന്നീട് വിശ്വാസ ചരിത്രത്തിന്റെ വിളക്കായി മാറുകയായിരുന്നു. അങ്ങനെ ദേവസഹായം പിള്ള ധീര രക്തസാക്ഷിത്വം വരിച്ചു. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട നിലയിൽ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദേവസഹായം പിള്ളയുടെ പെയിന്റിംഗ് ഇന്നും അദ്ദേഹത്തിന്റെ വീരോചിത വിശ്വാസ സാക്ഷ്യത്തെ എടുത്തു കാണിക്കുകയാണ്. 2004 ദേവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണം എന്ന് ശുപാർശ ഉണ്ടാവുന്നത്. 2012 ഡിസംബർ 2 കത്തോലിക്ക സഭ ദേവസഹായം പിള്ളയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. നാഗർകോവിലിലെ സെന്റ് ഫ്രാൻസിസ് സേവ്യർ കത്തീഡ്രലിലെ വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ശവകുടീരത്തിൽ ഇന്നും ആയിരക്കണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനാപൂർവ്വം കടന്നെത്തുന്നത്. ജനുവരി 14 ഇന്ന് വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയുടെ തിരുനാളായി സഭ ആചരിക്കുകയാണ്.